നിങ്ങളുടെ നാട്ടിൽ മഴ ഉണ്ടോ ഗൈസ്? ഇവിടെ ഭയങ്കര മഴയായിരുന്നു. അപ്പം ഇപ്പോൾ മഴയൊക്കെ ഒന്നൊരു കുറവ്, ചെറിയൊരു കുറവുണ്ട്. അപ്പോൾ എനിക്കുണ്ടല്ലോ ഗൈസ് കുറച്ച് നേരമായിട്ട് ഭയങ്കര ഒരു ക്രേവിങ്സ്. പ്രഗ്നൻ്റ് ആയവർക്ക് മാത്രമൊന്നുമല്ല കേട്ടോ ക്രേവിങ്സ് ഉണ്ടാവുക. എനിക്ക് എന്താ വെച്ചാൽ കുറേ മിഠായി കഴിക്കാൻ തോന്നുക, എന്തെങ്കിലുമൊക്കെ വാങ്ങി കഴിച്ചുകൊണ്ടിരിക്കാൻ തോന്നുക. ഇപ്പോൾ തോന്നിയതാണ്. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, കെട്ടി ഒരുങ്ങി ബാഗും തൂക്കി ഇറങ്ങി ഗൈസ്. അങ്ങടിയിലേക്കാണ് പോകുന്നത്. നമ്മളിവിടെ താഴത്തന്നെ പോയാൽ മതിയാവും, നമുക്ക് വേണ്ടതൊക്കെ അവിടെ കിട്ടും. അപ്പോൾ ഇപ്പം എനിക്ക് എന്തൊക്കെയൊക്കെയോ കഴിക്കാൻ തോന്നുക. അപ്പോൾ കണ്ണ ഉറങ്ങുകയാണ്. ആളെ ഞാൻ ഉറക്കി കിടത്തിയിട്ടാണ് എൻ്റെ പരിപാടിക്ക് പോകുന്നത്. അപ്പോൾ ഗൈസ് ഞാൻ മിഠായി വാങ്ങിയിട്ട് കാണിച്ചത്. ഇന്നലെയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ. മഴയേക്കാളേറെ ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ വീണിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കടയിലേക്ക് പോവുകയാണ്. കടയിലേക്ക് പോകുന്ന വഴിയിൽ കുട്ടികളെയൊക്കെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ചെയ്യും. പശുവിനെയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അതാണ് ഞാൻ വീഡിയോ എടുത്ത് വെച്ചത് കേട്ടോ. കാരണം അങ്ങനെ ആ നനഞ്ഞ മണ്ണിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഒരു പോസിറ്റീവ് എന്തൊക്കെയൊക്കെയോ തോന്നുക ഗൈസ്, ഒരു കുളിർമ. അങ്ങനെ നമ്മൾ ഫൈഹയിലെത്തിയിട്ടോ. നമ്മൾ മിഠായിസ് മാത്രമേ എടുക്കുന്നുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും വാങ്ങാനൊന്നുമില്ലായിരുന്നു. മിഠായിസൊക്കെ വാങ്ങി. പിന്നെ ബെന്ന് വാങ്ങിയിരുന്നു കേട്ടോ. എനിക്ക് എന്താ അറിയില്ല, അവിടെ എത്തിയപ്പം ബെന്ന് കഴിക്കാൻ ഭയങ്കര കൂടി. അപ്പം ഞാൻ ഐസ്ക്രീമും കഴിച്ചിലേക്ക് പോകുന്നത്. കാര്യങ്ങൾ പറയുന്നുണ്ട്, അത് ഞാൻ ആ ചർച്ചയുടെ ആവശ്യം എനിക്കൊന്നും ഇല്ല. ഞാൻ കുറേ പൊട്ടത്തരങ്ങൾ വിളിച്ചുവാണ്. അപ്പത്തെ ആ മൂഡില് ആ വൈബിലൊക്കെ എന്തൊക്കെയൊക്കെയോ പോകുന്നത്. ഞാൻ ഇതിൽ മെയിനായിട്ട് ഐസ്ക്രീമും തമ്മിലുള്ള ഭയങ്കര കാറ്റല്ലേ, സത്യം പറഞ്ഞാൽ ഭയങ്കര സെറ്റ് കോംബോ ആണ് കേട്ടോ. അപ്പം നമുക്ക് പിന്നെ കണ്ണന് കോഴിമുട്ട വാങ്ങാനുണ്ടായിരുന്നു. നമ്മുടെ തറവാട്ടിൽ നിന്ന് ഒരു വീട്ടിൽ നിന്നാണ് കോഴിമുട്ട വാങ്ങൽ. അപ്പം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ ചെറിയൊരു പൂച്ചക്കുട്ടീനെ കണ്ടിട്ടോ. പിന്നെ എന്താ നോക്കിയേ, ഒരു അമ്മയും കുട്ടിയും തമ്മിലുള്ള മാതൃസ്നേഹമാണ് ഗൈസ് ഈ വീഡിയോയിൽ കാണുന്നത്. എനിക്കെന്താ അറിയില്ല കേട്ടോ, ഈ മഴയത്ത് ഇറങ്ങിയോണ്ടാണെന്നൊന്ന് ഭ്രാന്തായി തോന്നുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസൊക്കെ എടുത്ത് വെച്ചത്. കാരണം ആ കുട്ടിയും അമ്മയും കളിക്കുന്നത് കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴത്തേ ഈ മറ്റേ ആൾ എത്തുന്നുണ്ട്. ഇയാളുടെ കണ്ണിനൊരു പ്രത്യേകത ഉണ്ട്, ഒരു ചോറിൻ്റെ കണ്ണാണ് ഗൈസ്. എന്തൊരു സ്ഥലേ നടന്നു പോകുന്നത് കാണാൻ. കണ്ണിന് നമ്മൾ കൂടുതൽ നാടൻമുട്ടയാണ് കേട്ടോ കൊടുക്കൽ. പിന്നെ ഒന്നാമത് എനിക്ക് ഈ പുറത്തേക്ക് ഇറങ്ങാത്തതിൻ്റെ കാരണം ഈ കയറ്റവും ഇറക്കമാണ് കേട്ടോ. ഇറക്കാൻ സുഖമാണ്, കയറ്റാണ് പാട്. അതെന്തായാലും നന്നായി, അല്ലെങ്കിൽ ഞാൻ എപ്പോഴും അങ്ങാടി തന്നെ ആയിരിക്കും. അതിനേക്കാളും നല്ലത് ഈ കയറ്റമുള്ളതുകൊണ്ട് എനിക്ക് എന്നെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഗൈസ് നല്ല നല്ല തണുത്ത മഴയാണ്. ഈ മലേൻ്റെ മുകളിലായിട്ടാണെന്ന് തോന്നുന്നു. എനിക്ക് ആകെ കുളിരുന്നുണ്ട്. നിങ്ങൾ ഈ കയറ്റം കണ്ടില്ലേ ഗൈസ്, ഇത് കുറച്ച് കയറാനുണ്ട് കേട്ടോ അങ്ങാടിക്ക്. അപ്പോഴാണ് എനിക്കൊരു ചക്ക കിട്ടിയത്. ഈ ചക്കയുടെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാനതുകൊണ്ട് ഇതിനെ കുഞ്ഞിച്ചക്ക എന്ന് പറയാം. അപ്പോൾ നമ്മളിത് പൊളിച്ച് നോക്കി, അപ്പം ഒരു ചുളയെ കണ്ടുള്ളൂ. പിന്നെ ഞാൻ ഒന്നുകൂടെ നോക്കിയപ്പോഴാണ് ഒരു ചുളയും കൂടെ ഉണ്ടായിരുന്നു. സംഭവം ചക്കയുടെ ടേസ്റ്റ് ഒന്നുമല്ല, ഒരു പുളിയാണ്. എന്നാലും കുഴപ്പമില്ല, ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ നോക്കി, ചക്കക്കുരു എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ കുരുവാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ ഗൈസ്? ആദ്യമായിട്ട് തിന്നുകൊണ്ടാണ് പശു ചാണകം ഇടുന്ന എക്സ്പ്രഷനൊക്കെ മുഖത്ത് തരുന്നത്. നിങ്ങൾ കാര്യമാക്കണ്ട. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ മഴയൊക്കെ പെയ്യുമ്പോഴും കാറ്റ് വീശുമ്പോഴും ഞാൻ ആ ചക്കമരത്തിൻ്റെ ചോട്ടിൽ തന്നെയായിരുന്നു. എനിക്ക് എന്തോ അത് പിന്നെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തോന്നി. കിട്ടി കേട്ടോ, സംഭവം കിട്ടി. ഞാൻ കഴിച്ചു, കണ്ണന് കൊടുത്തു. കണ്ണനൊന്നും തീരെ ഇഷ്ടമായിട്ടില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമായിട്ടോ ഗൈസ്. പിന്നെ ഞാനൊരു കാര്യം കൂടി പറയാം. നമ്മുടെ ഈ കിറ്റ് ക്യാറ്റൊക്കെ മാറിയിട്ടോ, സ്ട്രോബെറീൻ്റെ ഫ്ലേവറിലൊക്കെ എത്തിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം കൂടി കാണിക്കാം. ഇത് ഈ നിലത്തത്തെ ഒന്നും കാണുന്നില്ല കേട്ടോ. നമ്മളാകെ മഞ്ഞ് മൂടിയ രീതിയിലാണ് നമ്മളെ വീട് കിടക്കുന്നത്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. എല്ലായിടത്തും ഇങ്ങനെ ഒന്നാമത്തെ ആകെ ഒരു പ്രശ്നം ഉണ്ടായത്, വെള്ളം നിലത്തുള്ളതുകൊണ്ട് കണ്ണൻ വീഴുമോ എന്നുള്ളൊരു പേടിയായിരുന്നു. നമ്മളും വീഴും കേട്ടോ, അങ്ങനെയല്ല. അവന് ഈ നടക്കാൻ അറിയില്ല, കൂടുതൽ ഓടാനായിരുന്നു അറിയാം. അപ്പം നമ്മുടെ വാഷ് ബേസിൻ്റെ അവിടെയുള്ള മിററിൽ നോക്കിയപ്പം നല്ല രസമുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ മൂടിക്കിടക്കുന്ന കണ്ടപ്പോൾ. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കാമെന്ന്. അപ്പം ഞാൻ എൻ്റെ കണ്ണിങ്ങനെ ഉണ്ട് എന്നൊക്കെ നോക്കുകയാണ് ഗൈസ്. നല്ല എന്താ, ഞാനിങ്ങനെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ ഈ ഗ്ലാസ് ഇങ്ങനെ മഞ്ഞുമൂടി കിടക്കുന്നത്. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷം ഫസ്റ്റ് ആയിട്ട് കേട്ടോ ഇങ്ങനൊരു എക്സ്പീരിയൻസ് വീട്ടിൽ കണ്ടത്. എന്തുകൊണ്ടങ്ങനെ വന്നതെന്നൊന്നും എനിക്കറിയില്ല. ഇനി ഇത് വല്ല പ്രതിഭാസമാണോ എന്തോന്നൊന്നും അറിയില്ല. കാരണം ഇത്രയും ദിവസം മഴ പെയ്തിട്ടും ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ ഒരു രീതിയിൽ ഉണ്ടായിരുന്നില്ല.